ഞങ്ങളുടെ ഈ യാത്ര അരീക്കൽ വെള്ളച്ചാട്ടം കാണാനാണ്. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണത്രേ അരീക്കൽ വെള്ളച്ചാട്ടം. ഞങ്ങളും ഇതുവരെ അരീക്കൽ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ദൂരത്താണ് അരീക്കൽ വെള്ളച്ചാട്ടം. ഈ അരീക്കൽ വെള്ളച്ചാട്ട കാഴ്ചകളിലേക്ക് നിങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളിപ്പോൾ അരീക്കൽ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു വഴി ഇതാണ്. ഈ വഴി സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലണം, അതേപോലെ തിരികെ സ്റ്റെപ്പുകൾ കയറണം. സ്റ്റെപ്പുകൾ ഇറങ്ങിയുള്ള വഴിയിലൂടെ അല്ല ഞങ്ങൾ പോയത്. താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനുള്ള വേറൊരു വഴിയുണ്ട്, അതിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. ഇതാണ് ആ വഴി. മലമുക്കി എന്ന് പറയുന്നത് അല്ലേ? മലമുക്കി വരുന്ന സാധനം. പണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വേലിയുണ്ട്. ഇത് എവിടെ ഇല്ല. മലമുക്കി എന്നുള്ളത് മലോക്കി എന്നുള്ളൊരു വാക്കിലാണ് അല്ലേ? ആ, എണ്ണ വെച്ചാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഈ കാണുന്നതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. മഴക്കാലങ്ങളിൽ ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും. ഞങ്ങൾ പോയത് ഒരു ജനുവരി മാസമായിരുന്നു. അത് കാരണം വെള്ളം കുറവായിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടുകൂടി വെള്ളം തീരെ ഉണ്ടാവില്ലെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ ഇവിടുത്തെ ആൾക്കാർ കുളിക്കാറുണ്ട്. അതേപോലെ അവർ കുറേ നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാറുള്ളൂ. അരീക്കൽ വെള്ളച്ചാട്ടം കൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. ഞങ്ങൾ വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. മുകളിലും പാർക്ക് ചെയ്യാം, താഴെയും പാർക്ക് ചെയ്യാം. മുകളിൽ പാർക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരണം, പിന്നെ ഒരു കയറ്റമുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ പാർക്ക് ചെയ്ത്. അപ്പോൾ 1 കിലോമീറ്റർ അധികം യാത്രയാണെന്ന് മാത്രം.